ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമായി തൃശൂർ മാറിക്കഴിഞ്ഞു. സുരേഷ് ഗോപിക്കും സുനിൽകുമാറിനും പുറമെ കെ മുരളീധരൻ കൂടി സ്ഥാനാർത്ഥിയായതോടെയാണിത്. 3 പ്രമുഖ സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുന്ന മണ്ഡലമായതിനാൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ശ്രദ്ധ പൂർണ്ണമായും തൃശൂരിലാകുമെന്ന കാര്യവും തീർച്ചയാണ്. പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നതോടെയാണ് തൃശൂരിൽ ഗിയർ മാറ്റാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ തന്നെ മത്സരിക്കട്ടെ എന്ന പഴയ തീരുമാനം മാറ്റി വടകരയിൽ നിന്ന് മുരളിയെ തൃശൂരിൽ ഇറക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് നടപടിയും കൗതുകമുണർത്തി. എന്നാൽ പത്മജ വന്നതോടെ ബിജെപിയിൽ അസ്വാരസ്യമുണ്ടെന്നാണ് പുതിയ വാർത്തകൾ. ബിജെപി പ്രവേശനത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് പത്മജ വേണുഗോപാൽ തിരിച്ച് തൃശൂരിലെത്തിയത്. സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുമോ എന്ന ചോദ്യത്തിന് പാർട്ടി ആവശ്യപ്പെട്ടാൽ ഇറങ്ങുമെന്നായിരുന്നു പത്മജയുടെ മറുപടി. അതേസമയം കെ മുരളീധരൻ തോൽക്കുമോ എന്ന ചോദ്യത്തോട് അവർ നേരിട്ടുള്ള മറുപടി പറഞ്ഞതുമില്ല. സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറയുകയും ചെയ്തു. പത്മജ മുരളി മന്ദിരത്തിലെത്തിയ വേളയിൽ ജില്ലയിൽ മുതിർന്ന ബിജെപി നേതാക്കൾ സന്നിഹിതരായിരുന്നില്ല. ഏറെ നേരം കഴിഞ്ഞാണ് ജില്ലാ നേതാക്കൾ പത്മജയെ കാണാൻ വന്നത്. പത്മജ പ്രചരണത്തിന് ഇറങ്ങിയില്ലെങ്കിലും തനിക്ക് ജയിക്കാൻ സാധിക്കുമെന്ന നിലപാടിലാണ് സുരേഷ് ഗോപി ഉള്ളതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സുരേഷ് ഗോപിയുടെ നിലപാടിനോട് ജില്ലാ നേതൃത്വം യോജിച്ചുവെന്നും വാർത്തകളുണ്ട്. പത്മജ വേണുഗോപാലും സുരേഷ് ഗോപിയും തമ്മിൽ രസത്തിലല്ല എന്നതാണ് പ്രചരണം. ഒല്ലൂരിൽ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉണ്ടായിട്ടും പത്മജയെ കാണാൻ വരാതിരുന്നതാണ് അഭ്യൂഹങ്ങൾക്ക് ബലമേകിയത്. മാത്രമല്ല, പത്മജ സുരേഷ് ഗോപിയെ കാണാനും ശ്രമിച്ചില്ല. പത്മജ ബിജെപിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയാൽ തിരിച്ചടിയാകുമെന്ന് സുരേഷ് ഗോപി കരുതുന്നുവെന്ന മട്ടിൽ ചില ചാനലുകൾ വാർത്ത നൽകുകയും ചെയ്തു. കേന്ദ്ര നേതൃത്വം ഇടപെട്ടാണ് പത്മജയെ ബിജെപിയിൽ എത്തിച്ചത്. കേരള നേതാക്കളുമായി അവർ സംസാരിച്ചിരുന്നില്ല. 3 വർഷം മുൻപാണ് ബിജെപി കേന്ദ്ര നേതൃത്വം ആദ്യം ബന്ധപ്പെട്ടതെന്ന് പത്മജ വിശദീകരിച്ചിരുന്നു. തങ്ങളുമായി ആലോചിക്കാതെ പത്മജയെ പാർട്ടിയിലെടുത്തതിൽ സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് എന്നായിരുന്നു വിവരം. കേരളത്തിലെ പ്രമുഖ നേതാക്കൾ പത്മജ അംഗത്വം എടുക്കുമ്പോൾ ഡൽഹിയിൽ എത്താതിരുന്നതും ചർച്ചയായി. പത്മജയെ പ്രചരണത്തിന് ഇറക്കില്ല എന്ന വാർത്തയോട് സുരേഷ് ഗോപി പ്രതികരിച്ചു. അങ്ങനെയൊരു തീരുമാനമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാൽ പത്മജ തനിക്ക് വേണ്ടി പ്രചരണത്തിൽ ഉണ്ടാകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്കെതിരെ മത്സരിച്ച വ്യക്തി കൂടിയാണ് പത്മജ.